നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. എല്ലാവർക്കും 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ, വെമ്പായം. ഈ വർഷത്തെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ നല്ലതെന്ന് പ്രതീക്ഷിക്കാം. 7 ശനി തീർന്ന് 6 വേഴം തീർന്ന് കഴിഞ്ഞ 8.5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. 7 ശനി എന്ന് പറയുന്നത് കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയ വസ്തുവകകളും കയ്യിരുന്ന പൈസകളും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും നമ്മളെല്ലാം നേടിയത് എങ്ങനെ കൈവിട്ടു പോയതാ എന്തോന്ന് തോന്നുന്ന തരത്തിൽ വലിയ വിഷമതകളും ആയിരുന്നു. 7 ശനി രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയം. അപ്പോൾ വേഴം മാറി, ശനി മാറി, എല്ലാം മാറിയിട്ട് ഞങ്ങൾക്കൊരു ഗുണവും ഒരു മാറ്റവും വന്നില്ല എന്ന് പറയുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കും. ഇത് മഹാബലിയുടെയും മഹാവിഷ്ണുവിൻ്റെയും നാളാണ് തിരുവോണം. അവർ എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ചെയ്തതിന് ശേഷം സ്വന്തം നമുക്കൊന്നുമില്ലാതെ അതൊക്കെ മതി, മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാനുള്ളതും കൂടെ മറ്റുള്ളവർക്ക് ഒപ്പിച്ചു കൊടുത്ത് നമ്മളൊന്നും മഹാബലിയെ പോലെ ദാന ധർമ്മങ്ങൾ ചെയ്ത് പാതാളത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി രക്ഷപ്പെട്ടതിന് ശേഷം മറ്റുള്ളവരെ രക്ഷപ്പെടുത്തും. നിങ്ങളിപ്പം ധാരാളം ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പലവരെയും ചോദിച്ചു നോക്കാം. പലവർക്കും വിദേശത്ത് പോവാൻ, കല്യാണം നടത്താൻ, വീട് വയ്ക്കാൻ, പല വിദ്യക്ക് പലവിധ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് വ്യക്തിക്ക് മാത്രം, അമ്പലത്തിന്, ആശ്രമങ്ങൾക്ക്, രാഷ്ട്രീയക്കാർക്ക്, സമുദായക്കാർക്ക് എല്ലാം നിവൃത്തിയുള്ളതുപോലെ ചെയ്താണ് നമുക്കൊന്നുമില്ലാത്തതെന്ന് വിചാരിക്കുക. എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ളത് പുണ്യമാണ്. നമ്മൾ ദ്രോഹമാണ് ചെയ്തതിനെ വീട്ടിലുള്ളവർ പറയും. കാരണം അവർക്ക് കിട്ടാനുള്ള പൈസയും പണവും അല്ലേ മറ്റു നാട്ടുകാർക്കും കൂട്ടുകാർക്കും കൊടുക്കുന്നത്. അപ്പം വീട്ടിലുള്ളവർക്ക് ഒരു ഗതിയുമില്ല. നാട്ടിലുള്ളവർക്ക് നമ്മളെല്ലാം ചെയ്യുമ്പം നാട്ടുകാരുടെ ഇടയിൽ നല്ലവരും വീട്ടുകാരുടെ ഇടയിൽ ദുഷ്ടനും അല്ലേ. അപ്പം അത് ദുഷ്ടത്തിയല്ലേ, അതാണ് കാര്യം. അതുകൊണ്ട് നമുക്കൊന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി ചെയ്യാം. അത് കഴിഞ്ഞ 8.5 വർഷം കൊണ്ടെന്ന് പറയാൻ കാരണം 2025 മാർച്ചിനാണ് നമുക്ക് 7 ശനി തീർന്നത്. അപ്പോൾ 2026 6 മാസം 2-ാം തീയതി 6 വേഴനും മാറി. അങ്ങനെ 2 ഗ്രഹങ്ങൾ പിഴച്ചു നീക്കുന്ന സമയം മാറി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകളും തുറന്നു കിട്ടും, പ്രത്യേകിച്ച് ഈ വർഷം. കാരണം വേഴ 7 10-ാം മാസം മുതൽ ജനുവരി വരെ 8 വീണ്ടും നമുക്ക് 2027 6-ാം മാസം 26-ാം തീയതി വരെ വേഴ 7-ലാണ്. അത് ഉച്ച സ്ഥാനത്താണ് വേഴ നിൽക്കണമെന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പിൽ. അപ്പം നിങ്ങൾക്ക് ഈ വർഷം കേസരി യോഗമുള്ള സമയമാണ്, ഹംസയോഗമുള്ള സമയമാണെന്ന് പറയാം. അത് ജാതകത്തിലാണ് അങ്ങനെ ഉള്ളെങ്കിലും ജീവിതത്തിൽ നമ്മൾ ജനിച്ച കൂറിൻ്റെ ഈ രാശി ഭാഗങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം നമുക്ക് ഗുണം കിട്ടും. അപ്പം വേറെ 7 നിൽക്കുമ്പോൾ എന്തിനൊക്കെ കിട്ടും? അങ്ങനെ ലഗ്നേശ ശുക്ര ദക്ഷിണാദിജ ധനത്രികോണ കേന്ദ്രസ്ഥിത വിതരതേ ഖലു ദീർഘവായു, ദീർഘായുസിനെ കിട്ടും. ഇന്ന് നിങ്ങൾക്ക് ചാവണമെന്ന് തോന്നേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിലും ആയുസ്സും ആരോഗ്യം കിട്ടാൻ പാടാണ്. നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ കൊന്നളയരുത്. സദ്ധനാട്യം, നല്ല ധനാട്യനായി തീരും. അപ്പം നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചൊവ്വേ നേരാവാനും ധനത്തിൻ്റെ ആഠ്യത്വം നമുക്ക് കിട്ടാതെ കിടക്കണം. പണ്ടേ നിങ്ങളത് കിട്ടൂല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പൈസകളൊക്കെ നമുക്ക് കിട്ടാനും മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാനും സന്മനസ്സുണ്ടാകും. ധാർമ്മിക സത്കുടുംബി, ധാർമ്മിക ബോധവും കുടുംബി. സത്ത് എന്ന് വെച്ചാൽ നല്ലത്. സത്തല്ലാത്തതിനെ എല്ലാത്തിനും ചേർന്ന് അസത്തുക്കളെന്ന് പറയും. അപ്പൊ സത്തെന്ന് വെച്ചാൽ നല്ലത്. സത്കുടുംബി, നല്ല കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും, അങ്ങനെ ജീവിത നേട്ടങ്ങളും അഭിവൃദ്ധിയൊക്കെ കിട്ടി ജീവിതത്തിൽ വീട്ടുകാർക്ക് തന്നെ ഇയാൾ എന്ത് പൊന്നാണ്, ഇത്രയും കാലം മറ്റുള്ളവരെ സഹായിച്ചെങ്കിൽ ഇപ്പം ഞങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നല്ല ഭർത്താവാണ്, നല്ല ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ ശക്തമായ രീതിയിൽ സ്നേഹസമ്പന്നമായ രീതിയിൽ സഹകരിച്ച് ജീവിക്കും. അങ്ങനെ നല്ലതായിട്ട് വരും. നിങ്ങളുടെ സ്റ്റോപ്പായി പോയ നിന്നുപോയ ബിസിനസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും. ചെറിയ ചെറിയ പരിപാടികൾ വലിയ വലിയ ഗുണങ്ങൾ കിട്ടും. വലിയ കോൺട്രാക്ടർമാരും കലാകാരന്മാരും
രാഷ്ട്രീയക്കാരും ഒക്കെയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ. അവിടെ ചെന്നാലും അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തപ്പെടാനൊക്കെ കഴിവുള്ളവരാണ്. അപ്പൊ അവരിത്രയും കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കൊണ്ടാന്ന് ഒരാൾക്ക് സംശയം തോന്നുന്ന സമയത്ത് നിന്ന് ഞാൻ ഇപ്പോഴും രംഗത്ത് ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ പ്രശംസനീയമായ നേട്ടങ്ങളോടുകൂടി രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ വേഴൻ നമുക്ക് 7 വരുമ്പോ സൗമ്യ സപ്തമകെ വിവാഹഘടന, വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യമൊക്കെ ഉണ്ടാകും. വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. മക്കളോടൊക്കെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കണം, ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന്, കാണും പെണ്ണും ഒക്കെ പറയണം മക്കളോട് പറയാനുള്ളത്. എപ്പോഴും കല്യാണം നടക്കൂല. അപ്പോൾ നടക്കാൻ യോഗമുള്ള സമയത്ത് നമ്മൾ നടന്ന നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. നല്ലൊരു ഭാര്യയെ കിട്ടിയാലും ഭർത്താവിനെ കിട്ടിയാലും നല്ലതല്ലേ. നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും കൂടെ മരിച്ചാൽ പിന്നെ ആരുമില്ല എന്ന് പറയുന്ന ഒരു കാലത്തിലേക്കാണെന്ന് മക്കളുടെ ജീവിതം. ഒന്ന് നല്ലൊരു ഭാര്യയെ കിട്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടി, നല്ലൊരു സ്നേഹം കിട്ടി, എല്ലാം കിട്ടിയാൽ നമ്മുടെ ജീവിതവും കൂടെ നല്ല കിട്ടൂലേ. ഇത് പല ആൾക്കാർക്കും പഠിച്ചിട്ടുണ്ട്, ഇനി ജോലി കിട്ടിയിട്ട് മതി കല്യാണം കൊണ്ട് അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന് കല്യാണം മുടക്കി അവർക്ക് മാപ്പിളയില്ല മക്കളും ഇല്ല. ജോലി കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടൂല. എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നാണ് ജോത്സ്യൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ജാതകത്തിൽ ജോലി കിട്ടാൻ യോഗം ഇല്ലെങ്കിലും നിങ്ങൾ വിചാരിച്ച കഠിനമായ അധ്വാനവും പരിശ്രമം കൊണ്ടും നമുക്ക് ജോലിയൊക്കെ ഒപ്പിക്കാം. വിധിയെയും മതി കൊണ്ട് വെല്ലലാം എന്നാണ് പറയുന്നത്. വിധി എനിക്ക് ജോലി കിട്ടൂല എന്നല്ല, ജോലി കിട്ടും. നമ്മൾ പ്രവർത്തിച്ചാൽ ജോലി കിട്ടും. അത് അധ്വാനം കൊണ്ടും നേടാം, നമുക്ക് ഭാഗ്യം കൊണ്ടും നേടാം. ജാതകത്തിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലിയും ഭർത്താവും മക്കളും കുടുംബവും കിട്ടും. ഭാഗ്യം വേണം. അപ്പൊ ഭാഗ്യം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഈശ്വരന്റെ സഹായം കൊണ്ടാണ് ഭാഗ്യം കിട്ടുന്നത്. ഈശ്വരാനുഗ്രഹം ഉള്ളവർക്കാണ് ഏറ്റവും ടോപ്പിൽ ജീവിക്കാനും വലിയ അധികാരം, പ്രതാപം, കീർത്തി ഇതൊക്കെ കിട്ടുന്നത്. ഏതൊരു കോടീശ്വരന്റെ പുറകെ ഒരു അമ്പലോ പള്ളിയോ ദൈവമോ കാണും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്ന തന്നെ ചെയ്യണം. ഭാഗ്യം ഇല്ലാത്തവരാണെങ്കിൽ ദുഃഖിക്കരുത്. ഭാഗ്യം കിട്ടാൻ വേണ്ടി ഭഗവാനുമായിട്ട് അടുത്ത് ഏത് മതത്തെ അച്ഛനായിരുന്നു, അച്ഛൻ പപ്പ ഡാഡി എല്ലാം ഒന്നു തന്നെ, എല്ലാ ദൈവങ്ങളും ഒന്നു തന്നെ. എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ ദൈവങ്ങളെടുത്തും പോയി തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരാജയവും വരില്ല. അതുപോലെ പാരമ്പര്യമായിട്ടുള്ള നമ്മളെ പരദേവതയെ പഠിച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഈശ്വരന്റെ അനുഗ്രഹവും നമുക്ക് കിട്ടിയ ഭാഗ്യം കിട്ടുമെന്നാണ്. അപ്പൊ ഒരുപാട് കഴിവുണ്ടെങ്കിലും പാഞ്ചാലി നമ്മളെ ഗാന്ധാരിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവന്തം പ്രസൂതയ്യ മാ ശൂര മാ ആചാര്യ പണ്ഡിതോ എന്നാണ്. എന്നുവെച്ചാൽ ഭാഗ്യമുള്ള ഒരു മാപ്പിളയോ അല്ലെങ്കിൽ ഒരു മക്കളെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. മാ ശൂര, എനിക്ക് ശൂരനെയും വേണ്ട, മാ ആചാര്യം വലിയ ആചാര്യനെയും വേണ്ട, മഹാപണ്ഡിതനെയും വേണ്ട, പിന്നെ ആര് വേണം? ഭാഗ്യമുള്ള ഒരാളെങ്കിലും വേണം. 101 മക്കളുണ്ടായിട്ട് 5 മാപ്പിള ഉണ്ടായിട്ടൊന്നും ഭാഗ്യം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തമാശയല്ല, പുരാണമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? വിവാഹം നടക്കാൻ യോഗമുണ്ട്. എല്ലാവരും കല്യാണം കഴിച്ചോളാം. നഷ്ടപ്പെട്ടു പോയ പൈസകൾ നമുക്ക് കിട്ടും. വിദേശിയാനും വിദേശത്ത് പോവാൻ യോഗമുണ്ട്. അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. നിങ്ങൾ സീറോയിൽ നിന്ന് വീണ്ടും ഹീറോയിലേക്കൊരു മാറ്റമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ നേടുന്നത് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് എന്താണ്? മരുന്ന് വേണം, മന്ത്രം വേണം, ജപം വേണം, അമ്പലത്തിൽ പോകണം, ദൈവങ്ങളെയൊക്കെ ഭജിക്കണം. സ്നേഹമായിട്ട്, നിങ്ങൾ സ്നേഹമുള്ളവർ തന്നെ, സ്നേഹമില്ലാത്തതല്ല, നല്ല സ്നേഹമുള്ളവരാണ്. നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലതായിട്ട് വരാനുള്ള യോഗങ്ങളുണ്ട്. പിന്നെ ശനി 3ൽ നിൽക്കുന്ന സമയമാണ്, 3 ശനി നിൽക്കുന്ന സമയവും നമുക്ക് വളരെ ഐശ്വര്യം കിട്ടും. നല്ല ഗുണങ്ങൾ കിട്ടും. 7ാം ശനി നിങ്ങൾക്ക് അറിയാമല്ലോ, നശിച്ച് ഉപ്പാട് വന്നാണ്. ശനി എപ്പോഴും ഗുണം ചെയ്യും ജ്യോത്സ്യരെ എന്ന് വെച്ചാൽ ശനി 3 വരുമ്പോഴോ 9 വരുമ്പോൾ 11 വരുമ്പോഴൊക്കെയാണ് നമുക്ക് ശനി നമുക്ക് വളരെ ഗുണം തരുന്നത്. അപ്പം 3ൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു വെച്ച് നിൽക്കുന്നത്. 7ാം ശനി മാറി ഈ ഗ്രഹപ്പിഴകളൊക്കെ ഉണ്ടെങ്കിലും ശനി 3 നിൽക്കുമ്പോൾ നമുക്ക് വളരെ ആരോഗ്യം കിട്ടും, അസുഖങ്ങൾ മാറും. ഇനി സർജറി ഒന്നും വേണമെന്നില്ല. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറി കിട്ടും. നിർവമാനം രാജാവിൻ്റെ പ്രീതി കിട്ടും. സർക്കാർ കോടതി അധികാരികളുടെയൊക്കെ പ്രീതി കിട്ടും. ധനസമാധാനം, നിറയെ പൈസയൊക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും വിജയവും, മനസ്സന്തോഷം, യശസ്, സന്താനലാഭം, സന്താനങ്ങളെ പ്രീതി, അവർക്ക് വിവാഹം, കുടുംബം, വിദേശ യാത്ര, വിദ്യ, ഉദ്യോഗം, ഗൃഹ നിർമ്മാണം മുതലായ കാര്യങ്ങളൊക്കെ പിള്ളേർക്കും കിട്ടും.
ഇന്ന് കുടുംബത്തിനും കിട്ടും, നല്ലത് വരും. അങ്ങനെ നമുക്ക് നല്ലത് വരും. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ചിലപ്പം ചില ജാതകക്കാരുണ്ട് ഭയങ്കര ഗ്രഹപ്പഴമുള്ളവരും ജീവിതത്തിൽ ഒരുപാട് അധ്വാനവും പരിശ്രമമൊക്കെ ചെയ്താലും വിജയിക്കാനും നേടാനും പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാതകത്തിലുള്ള ഗ്രഹപ്പഴം എന്തെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരങ്ങളും പ്രാർത്ഥനകളും പൂജകളും നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രാർത്ഥന തന്നെ, മന്ത്രവാദം തന്നെ ചെയ്യണമെന്നില്ല. ജ്യോത്സ്യന്മാരുടെ അടുത്ത് തന്നെ ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് നിന്നാലും പൂജ ചെയ്യണമെന്ന് പറയും. അത് പുണ്യം കിട്ടാൻ മാത്രമല്ല അഭിവൃദ്ധിയും കിട്ടും. പക്ഷെ ഇന്ന് പൂജ ഒരാൾക്ക് ഒരു പൈസയും വാങ്ങിക്കാതെ ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പൂജാ സാധനങ്ങളുടെ വില അനുസരിച്ച് നമുക്ക് നല്ലൊരു എമൗണ്ട് പൂജയ്ക്ക്, ഒരു 5 പൂജയാണെങ്കിൽ ഒരു പൂജയ്ക്ക് 5000 വെച്ച് 25000 രൂപ സാധനത്തിന് ഞാൻ ചെലവ് വരും. ജ്യോത്സ്യം വാങ്ങിക്കുന്നതല്ല, കടക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പൂജയും പുണ്യമൊക്കെ നല്ലതാണെങ്കിലും നിങ്ങൾ തന്നെ പൂജാരിയും ഭക്തനും സിക്തനും ജപതവ അങ്ങളൊക്കെ നടത്തിയാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. അതിനാൽ മരുന്നും മന്ത്രമൊക്കെ കൊണ്ട് നല്ലത് വരും. കാലഭൈരവ സ്വാമിയെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നല്ലത് വരും. കാരണം എല്ലാ തരത്തിലുള്ള ദൈവങ്ങളും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വരണം. അമാവാസി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് സർപ്പപൂജ, യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണുന്നത് അവിടെ തൊഴുന്നത് ഒക്കെ നമുക്ക് 7 തലമുറയോളമുള്ള ശാപദുരിതങ്ങൾ മാറിക്കിട്ടും. അടുത്ത 7 തലമുറ നല്ലതും വരുമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.